വിനയാന്വിതരായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കിലും പ്രവൃത്തിയിലും രൂപഭാവങ്ങളിലുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വിനയം തുളുമ്പി നിന്നിരുന്നു. ഒരഹങ്കാരിയായിരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുയായ വൃന്ദം ഉണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു വലിയ വിഭാഗം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെ മുമ്പിലും അഹങ്കരിച്ചിട്ടില്ല. പ്രവാചകരുടെ രൂപഭാവങ്ങളിൽ അത് വ്യക്തമായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നടന്നിരുന്നത് എന്നറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളെ വിശദീകരിക്കുന്ന ഷമായിലെ തിർമിദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നബിതങ്ങളുടെ നടപ്പിന്റെ ശൈലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്കിങ്ങനെയാണ്: ആരെങ്കിലും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നടന്നിരുന്നത് എന്ന് അലിയാർ തങ്ങളോട് ചോദിച്ചാൽ അലി റളിയല്ലാഹു തആല അൻഹു അവர்கள் അനുകരിച്ച് കാണിക്കുമായിരുന്നു എന്നാണ്. കഅന്നമാ യൻഹത്തു മിൻ സബബിൻ, ഒരു ഉയർന്ന പ്രദേശത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, ഒരു കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ശരീരം ഒന്ന് മുന്നോട്ടായുമല്ലോ. അങ്ങനെ മുന്നോട്ടാഞ്ഞുകൊണ്ടായിരുന്നു, തലകുനിച്ച് മുന്നോട്ടാഞ്ഞുകൊണ്ടായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം. എന്ന് വെച്ച് വളരെ പതുങ്ങിയുള്ള നടത്തമാണോ? അതുമല്ല. ആ അധ്യായത്തിൽ മറ്റൊരു ഹദീസിൽ ഒരു സഹാബി വിശദീകരിക്കുന്നത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൃതിയിൽ നടക്കുന്നയാളായിരുന്നു. പലപ്പോഴും ഞങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം എത്താൻ പാടുപെടുമായിരുന്നു എന്നാണ്. എന്നാൽ ധൃതി പിടിച്ച് കാണുന്നവർക്ക് അരോചകമുണ്ടാകുന്ന അവസ്ഥയിലായിരുന്നില്ല ആ നടത്തം. വിനയാന്വിതമായിരുന്നു. നടത്തത്തിൽ വരെ വിനയം. കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിനയമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലി. അള്ളാഹു നബി തങ്ങളെ കിടത്തത്തിലും ഇരുത്തത്തിലും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അനുധാവനം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.